എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ന് നടന്ന CPO പരീക്ഷയുടെ മലയാളം വിഭാഗത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. താരതമ്യേന വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളായിരുന്നു മലയാളത്തിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നത്. മുൻവർഷ ചോദ്യങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: പിരിച്ചെഴുതുക. അവൻ. ഒരുപാട് തവണ നമ്മൾ ക്ലാസ്സുകളിൽ സ്ഥിരമായി പറയുന്നതാണ് അവൻ. ആ പ്ലസ് അൻ, അല്ലേ? ആ അധികം അൻ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ശരിയായ പദം എഴുതുക. ആഖ്യാനം. ഓപ്ഷൻ എ ആണ് ശരിയായ പദം. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത്? കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. എന്താണ്? നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. എന്താണ്? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. വിപരീത പദം എഴുതുക. വിയോഗം. പറഞ്ഞേ. സംയോഗം. വിയോഗം, സംയോഗം. അടുത്തത് വിഹകം എന്ന അർത്ഥം വരുന്നത്. വിഹകം എന്ന അർത്ഥം വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, അല്ലേ? വിഹായസ് എന്നാൽ ആകാശം. വിഹായസിൽ ഗമിക്കുന്നത് സമം വിഹകം. ആരാണ് ആകാശത്തിൽ വിഹരിക്കുന്നത്? പറഞ്ഞേ. പക്ഷി. ഓപ്ഷൻ ഡി പക്ഷി. ചേർത്തെഴുതുക. ദു. ആ ശബ്ദം കഴിഞ്ഞ് ഏതാ വന്നിരിക്കണമെന്ന് നോക്കിക്കേ. ഉത്തരം നമ്മൾ പറഞ്ഞതാ. ഓപ്ഷൻ സി ദുർജനം എന്നുള്ളതാണ്. ശരിയായ ജോഡി ഏത്? മഞ്ഞ്, നീഹാരം, തുഷാരം. മഞ്ഞ്, നീഹാരം, തുഷാരം. മുഖം, വദനം, ആനനം എന്ന് വരാം, അല്ലേ? തോഴൻ, ചങ്ങാതി, കൂട്ടുകാരൻ എന്നാണ്. പക്ഷെ അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റ് എന്നായി പോയി, അല്ലേ? വീതി എന്നാലും വഴി എന്നാലും ഒരേ അർത്ഥമാണ്. പക്ഷെ പദ എന്ന് പറയുമ്പോൾ വ്യത്യസ്ത അർത്ഥമാണ് വരുന്നത്, അല്ലേ? അപ്പൊ മുഖം, വദനം, ആനനം എന്നാണെങ്കിൽ അത് ശരിയുമായിരുന്നു. പക്ഷെ ആനന്ദം എന്നായിരുന്നു ഇത് തെറ്റാണ്. മഞ്ഞ്, നീഹാരം, തുഷാരം എന്നതാണോ ശരിയായ ഉത്തരം? അടുത്തത് എതിർലിംഗം എഴുതുക. ഭൃത്യ, ഭൃത്യൻ, അല്ലേ? ഭൃത്യ, ഭൃത്യൻ. ദിഗ്വിജയം. എന്താണ്? ദിക്കുകളെ ജയിക്കൽ, അല്ലെ? ദിക്കുകളെ ജയിക്കലാണ് ദിഗ്വിജയം. അപ്പോൾ 10ൽ 10 മാർക്ക് എളുപ്പത്തിൽ വാങ്ങുന്ന നല്ലൊരു ചോദ്യപേപ്പർ ആയിരുന്നു, അല്ലേ? അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.